കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞതായി റിപ്പോർട്ട്. 20 ദിവസത്തെ ഹജ്ജ് പാക്കേജിന് നിരക്ക് കൂടാൻ സാധ്യതയുണ്ടെന്ന് കേരള ഹജ്ജ് കമ്മിറ്റി അംഗം പി മുഹമ്മദ് റാഫി അബുദാബിയിൽ പറഞ്ഞു. പ്രവാസികൾക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിലുള്ള 20 ദിവസത്തെ ഹജ്ജ് പാക്കേജിന് നിരക്ക് കൂടാൻ സാധ്യതയുണ്ടെന്ന് കേരള ഹജ്ജ് കമ്മിറ്റി അംഗം പി മുഹമ്മദ് റാഫി പറഞ്ഞു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അനുമതി നൽകിയ ഈ പാക്കേജിന് കീഴിൽ 2910 പേരാണ് അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇതിൽ 398 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പാക്കേജിൽ അപേക്ഷ നൽകിയ പ്രവാസികൾ ഹജ്ജ് ക്യാമ്പിന് 10 ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിലെത്തണം. പാസ്പോർട്ട് സമർപ്പിക്കലും നാട്ടിൽ നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആകെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നറുക്കെടുത്തിരിക്കുന്നത് 1 ലക്ഷം ഹാജിമാർ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോകും എന്ന നിലയിലാണ് ഇപ്പോൾ നറുക്കെടുത്തിരിക്കുന്നത്. സൗദി ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ കോട്ട ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത രണ്ടാം ഘട്ടത്തിൽ നമുക്കൊരു 4000-നും 5000-നും ഇടയിൽ ഹാജിമാരെ കൂടി തിരഞ്ഞെടുക്കപ്പെട്ട് വരും എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ അനുഭവം വെച്ച് ഞങ്ങൾ ഈ വർഷം എന്തായാലും ഒരു 15000 ഹാജിമാരെ കേരളത്തിൽ നിന്നും യാത്ര പുറപ്പെടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്തവണ അപേക്ഷ വന്നതിൽ ഏറ്റവും കൂടുതൽ അപേക്ഷ വന്നിരിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്. 17478 പേർ കൊച്ചി തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ ഫസ്റ്റ് എംബാർക്കേഷൻ പോയിന്റായിട്ട്. കൊച്ചിയിൽ നിന്ന് മാത്രമാണ് പുതിയ പാക്കേജിന് എംബാർക്കേഷൻ അനുമതിയുള്ളൂ. മാത്രവുമല്ല, ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് നിരക്ക് വർദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം കോഴിക്കോട് നിന്നുള്ള വിമാന ടിക്കറ്റിൽ ഭീമമായ വർധനയുണ്ടായതിനാൽ ഇത്തവണ കോഴിക്കോട്ട് നിന്നുള്ള ഹജ്ജ് യാത്രികരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ഏറ്റവും കൂടുതൽ ഹാജിമാരുള്ളത് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നാണ്. ആദ്യഘട്ടത്തിൽ 8530 പേരെ തിരഞ്ഞെടുത്തപ്പോൾ 4995 പേരും കൊച്ചിയിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്ന് 2892 ഹാജിമാരുള്ളപ്പോൾ കോഴിക്കോട് നിന്ന് 632 ചുരുങ്ങി. കോഴിക്കോട് വലിയ വിമാനങ്ങൾ ഇറങ്ങാനുള്ള അനുമതി ലഭിക്കാതിരുന്നതാണ് കഴിഞ്ഞ വർഷം നിരക്ക് കൂടാൻ കാരണമായത്. ഇക്കാര്യം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരം വേണമെന്നും സംസ്ഥാന സർക്കാരും ഹജ്ജ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നും ഹജ്ജ് യാത്രികരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ അവിടെ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇതിനായി 1 ഏക്കർ സ്ഥലം അനുവദിക്കുകയും സർക്കാർ 5 കോടി രൂപ നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മൾട്ടിപർപ്പസ് കൺവെൻഷൻ സെന്റർ മാതൃകയിലായിരിക്കും ഹജ്ജ് ഹൗസ് പണിയുക. 27 കോടി രൂപയുടെ പദ്ധതിക്കായി ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ തുക കണ്ടെത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഇതിനായി പ്രത്യേക ആപ്പും തയ്യാറാവുന്നുണ്ട്. ഈ പദ്ധതിക്കായി പ്രവാസികൾ സഹായിക്കണമെന്നും മുഹമ്മദ് റാഫി ആവശ്യപ്പെട്ടു. NTV അബുദാബി. NTV UAE to the world.